اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ വലിയ വിജയവും സന്തോഷവും സമാധാനവും സംതൃപ്തിയുമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ നാളെ പരലോകത്തും സ്വർഗത്തിൽ പ്രവേശിക്കണം, നമ്മുടെ ആഖിറത്ത് നന്നായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ദുനിയാവിലെ ജീവിതത്തിന്റെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും അടിസ്ഥാനം നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും ഭൗതികമായ വിഭവങ്ങളുമാണോ? ഇങ്ങനെ വലിയ സമ്പന്നരായ ആളുകൾ, വലിയ സൗകര്യങ്ങളുള്ളവർ, ഭൗതികമായ വിഭവങ്ങളുള്ളവരെല്ലാം സന്തോഷവാന്മാരാണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും ഭൗതികമായ സംവിധാനങ്ങളുമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും ഓരോ 5 വർഷം കഴിയുന്തോറും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയൊക്കെ കണക്ക് പ്രകാരം വിഷാദ രോഗം എന്നത് മനുഷ്യരിൽ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് എന്നതാണ്. ഏറെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ വളരുമ്പോൾ മാനസികമായ പ്രയാസവും ആങ്സൈറ്റിയും മെന്റൽ ഹെൽത്ത് ഡിസോർഡറുമൊക്കെ മനുഷ്യരിൽ വർദ്ധിക്കുകയാണ് എന്നതാണ്. കുടുംബ സംവിധാനങ്ങളിൽ ഭാര്യയും മക്കളും കുടുംബവുമായി ജീവിക്കാൻ നല്ല വീടും നല്ല വാഹനവും നല്ല സൗകര്യങ്ങളും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ധാരാളം ലഭിക്കുന്നുവെങ്കിലും കുടുംബ ബന്ധങ്ങളിലുള്ള സുദൃഢത, അതിൽ വിള്ളലുകൾ വർദ്ധിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എന്നതാണ്. അപ്പോൾ എന്താണ് നാം കൈമുതലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ എന്താണ്? ഈ ദുനിയാവിൽ, ഈ ഐഹിക ലോകത്ത് നമുക്ക് സംതൃപ്തി വേണം. സംതൃപ്തി എന്നതാണ്, അതാണ് ഗിനൻ നഫ്സ്. യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം എന്നത് മനസ്സിന്റെ സന്തോഷമാണ്, സംതൃപ്തിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൈവശം ഉണ്ടാകേണ്ടത് എന്താണ്? സമ്പത്താണോ? സമ്പത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, ഉണ്ടാകാം, ഉണ്ടാകുന്നത് നല്ലതാണ്. സൗകര്യങ്ങളാണോ? അൽഹംദുലില്ലാഹ്, സൗകര്യങ്ങളും ഭൗതികമായ വിഭവങ്ങളും ഈ ദുനിയാവിൽ ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. എന്താണ് നാം കൈമുതലാക്കേണ്ടത് എന്നതിന്
വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവത്തിൽ മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയുന്നത്, ലമ്മാ നസലത്ത് വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഈ ആയത്ത് അവതീർണമായപ്പോൾ വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചിലവാക്കാത്തവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ ആയത്ത് അവതരിച്ച സമയത്ത് സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, പിന്നെ എന്താണ് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത്? സ്വർണവും വെള്ളിയും എന്നത് വലിയ ഭൗതിക വിഭവമാണ്. അതാർക്കും നൽകാതെ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത് എന്ന ആയത്ത് അവതരിച്ച സമയത്ത്, അതാണല്ലോ സൂക്ഷിച്ചു വെക്കാനും സംഭരിച്ചു വെക്കാനും ഏറെ അർഹതപ്പെട്ട ഒന്ന്. പിന്നെ എന്താണ് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത്? എന്താണ് ഞങ്ങൾ കൈമുതലാക്കേണ്ടത്? ഫഅയ്യുൽ മാലി നത്തഖിദു, എന്ത് സമ്പത്താണ് ഞങ്ങൾ എപ്പോഴും കൈവശം വെക്കേണ്ടത്? എന്ത് കൈവശം വെച്ചാലാണ് ഞങ്ങൾക്ക് സൗഭാഗ്യവും സന്തോഷവും ലഭിക്കുക എന്ന് ചോദിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ലയത്തഖിദു അഹദുക്കും ഖൽബൻ ശാകിറാ വലിസാനൻ ദാകിറാ വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറാ. 3 കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വലിയ സന്തോഷവാന്മാരായിത്തീരും. നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും. അതിലൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയത്തഖിദു അഹദുക്കും ഖൽബൻ ശാകിറാ, നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയുന്ന, അല്ലാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. വലിസാനൻ ദാകിറാ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു നാവുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറാ, നല്ല ഒരു ഇണയെ, ഒരു ഭാര്യയെ നിങ്ങൾക്ക് ലഭിച്ചോ? ഏത് വിഷയത്തിൽ? തുഈനുഹു അലാ അംറിൽ ആഖിറ, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും പരലോകത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന നല്ല ഒരു ഭാര്യയെ നിങ്ങൾക്ക് ലഭിച്ചോ എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇവിടെ സന്തോഷമുണ്ടാകും. ആദ്യം പരലോകത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ, പരലോകത്ത് സന്തോഷം ലഭിക്കുന്നവൻ ഇവിടെയും സന്തോഷം ഉണ്ടാവും. പലപ്പോഴും ഇസ്ലാമിനെതിരെ ആളുകൾ വിമർശിക്കാറുള്ളത് ഇസ്ലാം എന്ന മതം സന്തോഷത്തെ തടഞ്ഞു വെക്കുന്ന മതമാണ് എന്നതാണ്. മുസ്ലിങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ ജീവിതം നോക്കി ചില ആളുകളൊക്കെ വിചാരിക്കുകയാണ്, ഇവർ വളരെ കുടുസായിട്ടാണ് ജീവിക്കുന്നത്, ഇവർക്കൊരു സന്തോഷമില്ലല്ലോ. ആരാ പറഞ്ഞത്? സന്തോഷം എന്നതിന്റെ മാനദണ്ഡം എന്താണ്? കുറെ മദ്യപിക്കുക എന്നതാണോ സന്തോഷം? സന്തോഷാണോ? എത്ര കുടുംബങ്ങളാണ്, എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ ക്രൂരമായി ലഹരി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്? എത്ര ഭർത്താക്കന്മാരെയാണ് കല്ലെടുത്ത് അടിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളത്? എത്ര മക്കളാണ് സന്തോഷമാണ് എന്ന് വിചാരിച്ച് ജീവിതം ആസ്വദിക്കേണ്ട ഒരു 10-35 വയസ്സാകുമ്പോഴേക്ക് ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ട എത്ര ചെറുപ്പക്കാരാണുള്ളത്? അപ്പോൾ ലഹരി ഉപയോഗിക്കുക എന്നതാണോ സന്തോഷം? അല്ല. അതൊരാൾക്കൊരു പക്ഷേ തുടക്കത്തിൽ സന്തോഷമായിരിക്കും. പക്ഷെ അയാൾക്ക് സന്തോഷം പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുമ്പോൾ തന്നെ എത്രയോ പേർ അതിലൂടെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ അതാണോ സന്തോഷം? അതല്ല സന്തോഷം. പിന്നെ എന്താണ്? സ്വതന്ത്രമായ ലൈംഗിക സ്വാതന്ത്ര്യമാണോ സന്തോഷം? ഒരാൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണം തോന്നുക, അത്രയും കാലം ജീവിക്കുക. ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ ജീവിക്കണം തോന്നുക, അത്രയും കാലം ജീവിക്കുക. അതാണോ സന്തോഷം? അല്ലല്ലോ. അത് വലിയ അസാൻമാർഗിക പ്രവർത്തനങ്ങളും കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ പലവിധ രോഗങ്ങൾക്ക് കാരണമായി തീരുന്ന ഒന്നുമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ആ മനുഷ്യന് ഇവിടെ സംതൃപ്തിയും നാളെ പരലോകത്ത് സന്തോഷവും ലഭിക്കും. 3 കാര്യങ്ങളാണ് കൈവശപ്പെടുത്തേണ്ടത് എന്നതാണ്. അതിൽ ഒന്നാമത്തേത് ഖൽബൻ ശാകിറ, നന്ദിയുള്ള ഒരു ഹൃദയം. നന്ദിയുള്ള ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചിന്തിക്കുക,
എനിക്ക് എന്ത് ഇല്ല എന്നതല്ല. അള്ളാഹുവിനെ സ്മരിക്കുന്ന നന്ദിയുള്ള ഒരു മനുഷ്യൻ, ആരോടാ നന്ദി? അള്ളാഹുവിനോടാണ് നന്ദി. എന്തിനാണ് നന്ദി? നമുക്ക് കുറെ കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യന് എങ്ങനെയാണ് സംതൃപ്തി ലഭിക്കുക? ആ മനുഷ്യൻ എനിക്കെന്തില്ല എന്നാണ് അല്ല ചിന്തിക്കുക. അദ്ദേഹം എനിക്കെന്തെല്ലാം ഉണ്ട് എന്നാണ് ആ മനുഷ്യൻ ചിന്തിക്കുക. എന്തെല്ലാം ഉണ്ട്? ഈ ഉള്ളതെല്ലാം റബ്ബ് തന്നതാണ്. ഈ ഉള്ളതെല്ലാം റബ്ബ് നൽകിയതാണ്. ഇന്ന് ഒരു സ്ത്രീ അവരുടെ മകന്റെ മാരകമായ ഒരു രോഗവും വേദനയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ മെസ്സേജ് ചില ഖത്തീബുമാർക്കെല്ലാം ഒരു പ്രവർത്തകൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഉമ്മ സങ്കടത്തോടുകൂടി പറയുന്നത്, നിങ്ങൾ എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. മജ്ജമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു മകന് വേണ്ടി. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ? ആ മകന് സ്വന്തമായി ബാത്റൂമിലേക്ക് പോകാൻ പോലും കഴിയാത്ത വളരെ ചെറിയ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ മാതാപിതാക്കൾ എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം. ബാത്റൂമിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ ഇങ്ങനെ പിടിക്കുമ്പോ കുട്ടിക്ക് വല്ലാതെ വേദന എടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടി വല്ലാതെ കരയുകയാണ്. സ്വന്തമായി ബാത്റൂമിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രല്ല, അതിനുവേണ്ടി ഈ കുട്ടിയെ എടുക്കുമ്പോ ആ കുട്ടിയെ പിടിക്കുന്ന സമയത്ത് വല്ലാതെ വേദനിക്കണം. അസഹ്യമായ വേദന കാരണം ഈ കുട്ടി കരയുകയാണ്. അതുകൊണ്ട് എന്റെ കുട്ടിയുടെ രോഗം മാറാൻ എന്നല്ല, എന്റെ കുട്ടിയുടെ വേദന ഇല്ലാതാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന ഒരു ഉമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ മിമ്പറിലേക്ക് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. അള്ളാഹു ആ കുഞ്ഞിന്റെ, ആ കുട്ടിയുടെ രോഗത്തിന്, വേദനക്ക് അള്ളാഹുവേ നീ ശമനം നൽകണം റബ്ബേ. സഹോദരങ്ങളെ, എന്ത് ഇല്ല എന്നതല്ല, എന്തുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഖൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഒരു മനസ്സുള്ള ഒരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയുള്ളൂ. നമുക്ക് എന്തുണ്ട്? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. നിങ്ങൾക്ക് ഞാൻ 2 കണ്ണുകൾ നൽകിയില്ലയോ? നിങ്ങൾക്കൊരു നാവും 2 ചുണ്ടും നൽകിയില്ലയോ? ഖുർആനിന്റെ പ്രയോഗമാണ്. കണ്ണാര് നൽകിയതാ? അള്ളാഹു നൽകിയതാണ്. ഈ ലോകത്തിന്റെ മനോഹാരിത കാണാൻ കഴിയാത്ത, പ്രസവിച്ച സ്വന്തം മാതാവിനെ കാണാൻ കഴിയാത്ത, തന്റെ ശരീരം കാണാൻ കഴിയാത്ത, ഈ ലോകത്തിന്റെ വെട്ടവും വെളിച്ചവും കാണാൻ കഴിയാത്ത, ആയിരങ്ങളും പതിനായിരങ്ങളും ജീവിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് അല്ലാഹു നൽകിയതാണ് കണ്ണ് എന്നോർമ്മയുള്ള ഒരു മനുഷ്യൻ അതിൽ നന്ദികേടിന്റെ കാഴ്ചകൾ കാണില്ല. അതാണ് ഖൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഹൃദയം എന്നത്. ഇത് അല്ലാഹു നൽകിയത് കൊണ്ടാണ്. അത്ര പവർഫുൾ ലെൻസ് ലോകത്ത് ഒരു പരീക്ഷണശാലയിലും നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. അല്ലാഹു നൽകിയതാണ്. അതാണ് നന്ദിയുള്ള ഹൃദയം എന്നത്. അതാണ്. കാലിന് ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ചെറിയ ഒരു കടയിൽ, ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ആളുകൾ ഈ റോഡിലൂടെ ഇങ്ങനെ സ്പീഡിൽ നടന്നു പോകുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് അതുപോലെ നടക്കുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നുന്നു. ഇങ്ങനെയൊന്ന് എനിക്ക് വീണ്ടും നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പണ്ട് നടന്നതാണ്. ആക്സിഡന്റ് കാരണം ആ ചെറുപ്പക്കാരന് ഇപ്പൊ നടക്കാൻ കഴിയണില്ല. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറയണം, ഇങ്ങനെ ഒന്ന് നടക്കുന്നത് പോലെ, ഞാൻ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒന്ന് നടക്കുന്നത് പോലെ എനിക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി തോന്നും, ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതാണ് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ ഒരു മനുഷ്യന്റെ മനസ്സ് നന്ദിയുള്ള ഹൃദയമായി തീരും. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഒരു മനുഷ്യന് സംതൃപ്തി ലഭിക്കുന്നത്. ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സംതൃപ്തി ലഭിക്കും. അയൽവാസിയെ കുറിച്ച്, കൂട്ടുകാരനെ കുറിച്ച്, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്, ഇല്ലായ്മകളെ കുറിച്ച്, ഭൗതികമായ വിഭവങ്ങളുടെ കുറവിനെ കുറിച്ച് ആലോചിച്ചാൽ എല്ലാ സമയത്തും ടെൻഷനായിരിക്കും. ഇല്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ. ആ മനുഷ്യൻ കിട്ടാത്തതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എല്ലാവരും മനോഹാരിതക്ക് വേണ്ടി ഇങ്ങനെ മത്സരിക്കുകയാണ്. ഉള്ളതിനേക്കാൾ വലുതാക്കി തോന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് ആളുകൾ പലപ്പോഴും ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത്. ഒരു കട്ടൻ ചായ വരെ
തന്റെ സുഹൃത്തുക്കൾക്ക് ഇന്നുവരെ വാങ്ങിക്കൊടുക്കാത്ത മനുഷ്യർ പോലും ആരാധനയുടെ ഭാഗമായി നിലനിൽക്കുന്ന നിക്കാഹിന്റെയും വിവാഹങ്ങളുടെയും വേദികളിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ സെക്കൻഡുകൾ കൊണ്ട് പൊട്ടിത്തീരുന്ന മനുഷ്യർക്കും ഈ അന്തരീക്ഷത്തിനും മലിനമായി തീരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ പൊട്ടിച്ചു തീർക്കുന്നത് പലപ്പോഴും നിക്കാഹിന്റെ വേദികളിലാണ്. ആഡംബരങ്ങളാണ്. ആർക്ക്? ഒരു മിനിറ്റ് സ്റ്റാറ്റസിന് വേണ്ടി, ഒരു മിനിറ്റ് സ്റ്റാറ്റസിന് വേണ്ടി ഉള്ളതിനെ കുറിച്ച് ആലോചിക്കും. മങ്കടയിലുള്ള ഈ അടുത്ത് സംസാരങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹമടക്കം 5 ആളുകൾ മദീന യാത്രക്കിടയിൽ ഉംറ കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ മരണപ്പെട്ടു. നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അള്ളാഹു ആ കുടുംബത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാട്ടിലുള്ള മക്കൾ ഇപ്പോൾ നാട്ടിലുണ്ട്, ബാക്കിയുള്ള മക്കൾ, ചെറിയ മക്കൾ നാട്ടിലാണ്. ബാപ്പയില്ല, ഉമ്മയില്ല, വല്യുമ്മയില്ല, എല്ലാവരും നഷ്ടപ്പെട്ടു. അള്ളാഹുവേ ആ കുടുംബത്തിന് നീ സ്വർഗം പ്രദാനം ചെയ്യണം റബ്ബേ. അബൂദാബിയിൽ ഒരു പിതാവ് 4 മക്കളുടെ മയ്യത്ത് സംസ്കരണത്തിന് സാക്ഷിയാവുകയാണ്. 4 മക്കളുടെ മയ്യത്ത് സംസ്കരണത്തിന് മക്കൾ മരണപ്പെട്ടുപോയി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഒരു സമാധാനം കണ്ടെത്താനുള്ള വഴി ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊക്കെ ഉള്ള മക്കൾ, ആ ഉള്ള മക്കളെ ഇസ്ലാമികമായി വളർത്താൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? നമുക്കത് ഇത് അള്ളാഹു നൽകിയ മക്കളാണ് എന്ന ബോധമുണ്ടാകാറുണ്ടോ? പ്രായപൂർത്തിയെത്തിയ ഒരു മകളെ ഇസ്ലാമികമായ വേഷം ഞാൻ ധരിപ്പിക്കേണ്ടതുണ്ട്. എന്നേക്കാൾ കൂടുതൽ അതിൽ ശ്രദ്ധയുണ്ടാകേണ്ടത് എന്റെ ഭാര്യക്കാണ്. അതാണ് 3ാമത്തെ ഭാഗം. ആ ഭാര്യക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഈ മക്കളൊക്കെ അധികവും ഇങ്ങനെ ആയിത്തീരുന്നത്. അള്ളാഹുവേ 4 മക്കളാണ് അവിടെ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ 4 മക്കളുടെ മയ്യത്തിന് മുൻപിലാണ് വിതുമ്പിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി ഒരു പിതാവ് ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന ചിത്രം കണ്ടത്. എനിക്കുമുണ്ട് മക്കൾ, ഈ മക്കൾ എനിക്ക് റബ്ബ് നൽകിയതാണ്. ഈ മക്കളെ ഞാൻ ഇസ്ലാമികമായി വളർത്തണം, ഇസ്ലാമിക സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമികമായ കൾച്ചറോടുകൂടി അവരെ ജീവിപ്പിക്കണം. എന്തിന്? ഈ ലോകത്തിന്റെ മക്കൾക്ക് സമാധാനം കിട്ടാൻ. അതാണ് 1ാമത്തേത്. ഈ ലോകത്ത് എന്റെ മക്കൾക്ക് ഈ മായാലോകത്തിന്റെ സംതൃപ്തിയും സന്തോഷവും ഈ സ്റ്റാറ്റസുകൾ അധികരിച്ച കാലത്ത് അത് കണ്ടെത്തിയാലും അവർക്ക് സമാധാനാവില്ല. അപ്പോൾ കുറച്ച് മതബോധം കൂടി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അവരെ അങ്ങനെ വളർത്തണം എന്ന തോന്നൽ ആ നന്ദിയുള്ള ഹൃദയത്തിനുണ്ടാകും. ഞാൻ സൂചിപ്പിച്ചത് മങ്കടയിൽ മരണപ്പെട്ട ആ സഹോദരന്റെ കുടുംബം, ആ സഹോദരനും അബൂദാബിയിൽ മങ്കടയിലുള്ള ആ സഹോദരൻ മദീനയിലേക്കുള്ള യാത്രയിൽ ആ മരണപ്പെട്ട കുടുംബം അബൂദാബിയിൽ വെച്ച് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയ 4 മക്കളുള്ള പിതാവ്. അവർക്കും ഒരു നന്ദി കാണിക്കുന്ന ഹൃദയമുണ്ടാകാൻ, ഒരു സമാധാനമുണ്ടാകാൻ, ഒരു പ്രതീക്ഷയുണ്ടാകാൻ ഇസ്ലാം അതിന് വഴിയൊരുക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു, ഒരു സഹാബി വന്നു. ആ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാത്ത ഔലാദി, അബൂ ഹുറൈറ എന്റെ മക്കൾ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനാണ്, വലിയ പ്രയാസമാണ്. എന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന എന്തെങ്കിലും ഒന്ന് താങ്കൾ പറഞ്ഞു തരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, അത്ഫാലുൽ മുസ്ലിമീന ദഅമീസുൽ ജന്ന. ഇങ്ങനെ മരണപ്പെട്ടു പോയ മക്കളുണ്ടല്ലോ, അവർ പാപരഹിതരായി സന്തോഷത്തോടെ ആനന്ദത്തോടെ നാളെ പരലോകത്തി മാതാപിതാക്കളുടെ മുൻപിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കും. യതലഖൗന ആബാഅഹും ഫയഖുദൂന ബിഐദീഹിം. അവർ അവരുടെ മാതാപിതാക്കളെ ആ സ്വർഗ്ഗത്തിൽ കാത്തു നിൽക്കും. എന്നിട്ട് ആ മാതാപിതാക്കളുടെ കൈകളിൽ പിടിക്കും. ഫലാ യത്റുകൂനഹും ഹത്താ യുദ്ഖിലഹുമുല്ലാഹുൽ ജന്ന. ആ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുന്നതുവരെ ആ മാതാപിതാക്കളുടെ കൈകളിൽ നിന്നവർ വേറിടുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങളെ നാളെ പരലോകത്ത് ഈ മക്കൾ കാത്തു നിൽക്കും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൈകളിൽ അവരിങ്ങനെ പിടിക്കും. ഏതുവരെ? അള്ളാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ നിങ്ങളുടെ കൈകളിൽ പിടിക്കുന്നതാണ്. അപ്പൊ നന്ദിയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യന് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും സമാധാനം കണ്ടെത്താനുള്ള വഴിയാണ് വിശുദ്ധ ഇസ്ലാം നൽകുന്നത്. ചെറിയ മക്കളെ മരണപ്പെട്ടു പോയി,
മലക്കുകളോട് അല്ലാഹു ചോദിക്കുമെന്നാണ്, ഖബ്ബലതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടികൂടിയോ? ഖബ്ബലതും സംറത ഫുആദിഹി, ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടികൂടിയോ? പിടികൂടി. ആ മനുഷ്യൻ എന്തു പറഞ്ഞു? ഹമിദക വസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഞങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അല്ലാഹുവിലേക്കാണ്. ഇബ്നൂലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എങ്കിൽ ആ അടിമക്ക് മാത്രം നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക വീടുണ്ടാക്കുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ്, സ്തുത്യാർഹമായ വീട് എന്ന് നാമകരണം ചെയ്യുക എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പോൾ നന്ദിയുള്ള അടിമയുള്ള ഒരു മനുഷ്യൻ അയാളുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആശ്വാസത്തിന്റെ വാക്കാണ് മതം പറയുന്നത്. മൂന്നാമത്തേത്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയതാണ് എന്ന ബോധ്യം കൂടെ കൂടെ നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ചിലപ്പോൾ ഇത് മറക്കും. നമ്മൾ നമ്മുടെ കൗശലമാണെന്ന് വിചാരിക്കും, നമ്മുടെ സാമർത്ഥ്യമാണെന്ന് വിചാരിക്കും, നമ്മുടെ കഴിവാണെന്ന് വിചാരിക്കും. അല്ല, കാരണം നമ്മേക്കാൾ സാമർത്ഥ്യവും കഴിവുമുള്ള എത്രയോ മനുഷ്യന്മാർ, നാം പഠിച്ച അതേ ക്ലാസ്സിൽ നമ്മേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയവർ, നമ്മേക്കാൾ കൂടുതൽ സാമർത്ഥ്യമുള്ളവർ, കുടുംബപരമായി സമ്പത്തും കച്ചവടവും ബിസിനസ്സും ഉദ്യോഗവും എല്ലാം ലഭിച്ചവർ ഈ ലോകത്തുണ്ട്. പക്ഷെ അവർക്കൊന്നും പടച്ചോൻ വേണ്ടത്ര കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അല്ലാഹു ഇങ്ങനെ വല്ലാതെ തരുമ്പോ നമ്മൾ മറന്നുപോകും. പിശാച് വല്ലാതെ നമ്മുടെ പിന്നാലെ കൂടും. പൈസക്ക് എങ്ങനെയും പൊട്ടിച്ച് ആളുകളെ ഇത് എങ്ങനെ കാണിക്കണമെന്ന് വല്ലാതെ നമ്മെ തോന്നിപ്പിക്കും. അങ്ങനെയായോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിലക്കും. ഈ ലോകത്ത് സമ്പത്തുണ്ടാകും, സമാധാനം നഷ്ടപ്പെടും. വിഭവങ്ങൾ ഉണ്ടാകും, ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിൽ സന്തോഷം കണ്ടെത്തും. ചില ആളുകളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഈ മനുഷ്യനൊക്കെ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയോ? നല്ലൊരു വീടില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, 6 മാസം കൂടുമ്പോൾ പോലും തങ്ങളുടെ മക്കൾക്ക് ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കാതെ, സഞ്ചരിക്കാൻ ഒരു ചെറിയ ഇരുചക്ര വാഹനം പോലും ഇല്ലാതെ. പക്ഷെ ആ മനുഷ്യന് സന്തോഷമാണ്, അയാൾക്കൊരു പ്രശ്നമല്ല. എന്താ? ബറക്കത്താണ്, ഉള്ളതിൽ സന്തോഷം കണ്ടത്. നെല്ലുണ്ട്, വലിയ വീടുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്, പക്ഷെ സമാധാനമില്ല. എന്തുകൊണ്ടാ ആ സമാധാനമില്ലാത്തത്? നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കുന്നത് കുറയുമ്പോഴാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇദ് തഅദ്ദന റബ്ബുക്കും. അല്ലാഹു പറയാ, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുകയാണ്. അതാണ് തഅദ്ദന എന്ന് പറഞ്ഞത്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. നന്ദി കാണിച്ചോ, അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. അത് ഏതെങ്കിലും കാറിന്റെ ബാക്കിൽ എഴുതാനുള്ളതല്ല. അത് ബാക്കിൽ എഴുതി പിന്നെ അതിൽ പക്ഷികൾ അതിന്റെ കാഷ്ടമിട്ട് ആ ഖുർആൻ വചനങ്ങളെ ആകെ മലീമസമാക്കാനുള്ളതല്ല. നമ്മുടെ ഉള്ളിലുണ്ടായ മതി. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചോ, ലഅസീദന്നകും, അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചോ, ഇന്ന അദാബി ലശദീദ്, ഇവിടെ ഒന്നും സംഭവിക്കൂല, ഇവിടെ മനസ്സമാധാനമൊക്കെ പോകുള്ളൂ. പക്ഷേ നാളെ പരലോകത്ത് കഠിനമായി ശിക്ഷിക്കും. ലോകത്തൊരു നേരത്തെ ഭക്ഷണമില്ലാത്ത, സൗഭാഗ്യങ്ങളിൽ കഴിഞ്ഞ രാജ്യങ്ങളിലില്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിച്ചു, വിഭവങ്ങൾ നമുക്കുണ്ടായി, പക്ഷെ നന്ദി കാണിച്ചില്ല. ആ മനുഷ്യരെയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് നന്ദി കേട് കാണിച്ചാൽ ശക്തമായ ശിക്ഷക്ക് വിധേയമാക്കും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിധേയമാക്കും. അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നത് എന്താ? ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരമാണ്. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തി. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ കഴിവല്ല, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിന്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, അത്രയാണ് വാഹനത്തിൽ എഴുതാറുള്ളത്.
അത്രയാണ് വീടിന്മേൽ എഴുതാറുള്ളത്, അത്രയാണ് ഭൗതികമായ വിഭവങ്ങളിൽ എഴുതാറുള്ളത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അതിന്റെ ബാക്കിയുണ്ട്, അഷ്കുറു അം അക്ഫുറു, ഈ അനുഗ്രഹം കൊണ്ട് ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ് എന്റെ റബ്ബ് ഇത് നൽകിയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ വീട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ വാഹനം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ ജോലി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ ബിസിനസ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ സൗന്ദര്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മൾ അതുകൊണ്ട് നന്ദി കാണിക്കുന്നുവോ നന്ദികേട് കാണിക്കുന്നുവോ എന്ന് സ്വയം വിലയിരുത്തുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ 3 അനുഗ്രഹങ്ങളിലെ ഒന്നാമത്തെ അനുഗ്രഹം, സ്വർണത്തേക്കാൾ, വെള്ളിയേക്കാൾ, സമ്പത്തിനേക്കാൾ, ഭൗതിക വിഭവങ്ങളെക്കാൾ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന, സംഭരിച്ചു വെച്ചാൽ സന്തോഷം ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളിൽ ഒന്ന് ഖൽബുൻ ഷാക്കിറുൻ, നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരമാവധി അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.